ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ 10 ദിവസത്തെ നമ്മളുടെ ഒരു സെഷൻ, നമ്മളുടെ ഇന്നത്തെ സെഷൻ 8ലേക്ക് നമ്മൾ എത്തി നിൽക്കുവാണ്. ഇന്നത്തെ സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആസ് എ സോഷ്യോളജി സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആസ് എ സോഷ്യോളജി നമ്മളൊരു മെയിൻ കരിയർ ആയിട്ട് ഗ്രാജുവേഷനിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന ലേണേഴ്സ് സോഷ്യോളജി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ഓരോ സെഷൻസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ലേൺ വൈസിന്റെ നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയാണ്, ദെൻ നിങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ഓരോ സെക്ഷൻ നമ്മൾ ഓരോ സെഷനിലും സ്പെഷ്യലൈസ് ചെയ്ത് സോഷ്യോളജിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഏതൊക്കെ കരിയറിലേക്കാണ് നമുക്ക് സോഷ്യോളജി നമ്മളെ നയിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് സോഷ്യോളജിയിലേക്ക് നിങ്ങൾ ഒരു പ്രൊഫഷണലി നിങ്ങൾ സോഷ്യോളജി സ്റ്റുഡന്റ് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മളുടെ ഒരു ഗ്രാജുവേഷന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിൽ നിങ്ങളുടെ കരിയർ ഉറപ്പിക്കാം മുതലായ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഇന്നത്തെ സെഷനകത്ത് എന്നോടൊപ്പം നമ്മളുടെ ലേൺ വൈസിൽ നിന്നുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റേഴ്സ് കൂടെ ഉണ്ട്. അർച്ചന മാഡം ഉണ്ട്, BCA ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അർച്ചന മാഡം ഉണ്ട്, ദെൻ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൂറ മാഡം ഉണ്ട്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഗായത്രി മാഡം ഉണ്ട്. ഇതിന് കൂടാതെ ദെൻ നമുക്ക് ഇന്നൊരു ഗസ്റ്റ് കൂടെ ഉണ്ട്. നമ്മളുടെ സോഷ്യോളജി, നിങ്ങൾക്ക് സോഷ്യോളജി സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു കരിയർ ഗൈഡൻസിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതിന് വേണ്ടി നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് താജുദ്ദീൻ എന്നാണ്. ഓക്കെ, സാറ് മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയുടെ വൈസ് പ്രിൻസിപ്പൾ ആണ്. അതോടൊപ്പം തന്നെ സോഷ്യോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടെയാണ്. അപ്പൊ സാറാണ് നമുക്ക് ഇന്ന് നിങ്ങളുടെ സോഷ്യോളജി കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് കൈകാര്യം ചെയ്യുന്നത്. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷന് ശേഷം സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ്, കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് ഈ ലേൺ വൈസിന്റെ ടീമിനെ ഞാൻ എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുകയാണ്. ഇങ്ങനൊരു സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ സോഷ്യോളജിയുടെ മെന്ററായിട്ടുള്ള സരിത മിസ് ആണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതിന് ആദ്യമായിട്ട് ഞാനൊരു ലേൺ വൈസിന്റെ ടീമിനെ കൊണ്ടുള്ള കൃതജ്ഞത, നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ താജുദ്ദീൻ, നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിലെ വൈസ് പ്രിൻസിപ്പൾ ആണ്. അപ്പൊ ഏതായാലും സോഷ്യോളജി എന്നുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. BA സോഷ്യോളജി, BA MA സോഷ്യോളജി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ സോഷ്യോളജി തെരഞ്ഞ് എടുത്തു നമ്മള്. അപ്പോൾ ഈ സോഷ്യോളജി തെരഞ്ഞെടുക്കുന്നതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ വല്ല പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പ്രത്യേകിച്ച് ഈ ഓൺലൈൻ കോഴ്സുകൾക്ക് ഡിസ്റ്റൻസ് മോഡിലൊക്കെ പല ജീവിത തിരക്കുകളിലും ഉള്ളത് കൊണ്ടും നേരിട്ടൊരു ക്യാമ്പസിൽ പോയിട്ട് പഠിക്കാനോ ആ ഒരു ക്യാമ്പസ് എക്സ്പ്ലോർ ചെയ്യാനോ ഒക്കെയുള്ള അവസരങ്ങൾ ഇല്ലാത്ത, എന്നാൽ പഠിക്കാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് സാധാരണ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് മോഡിലേക്ക് സാധാരണ വരാറുള്ളത്. അപ്പോൾ പല ആളുകളും സോഷ്യോളജി ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക, അതിൽ ലളിതമായിട്ടുള്ളൊരു വിഷയം എന്നുള്ള രീതിയിൽ സോഷ്യോളജി എടുത്ത് പഠിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സോഷ്യോളജി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ചില ആളുകൾ സോഷ്യോളജിയുടെ ഒരു ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ കരിയർ സാധ്യതകൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അങ്ങനെ ഈ സോഷ്യോളജിയെ തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളും ഉണ്ടാവാം. ഏതായാലും നമ്മൾ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിന് പഠിക്കുന്നു. അപ്പോൾ ആ ഒരു വിഷയം പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ, ഇപ്പോൾ BA ആവാം അല്ലെങ്കിൽ PG ആവാം, അത് കഴിഞ്ഞ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മുമ്പിലുള്ള ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം ഈ ഒരു വിഷയത്തെ നമ്മൾ അതുമായിട്ട് മുമ്പോട്ട് പോവാന്. അപ്പൊ അതിന്റെ ചില സാധ്യതകൾ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിന്റെ
സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, നമുക്ക് പിന്നെ അതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പി ജിയെ കുറിച്ച് ആലോചിക്കുന്നു. പി ജിയും കഴിഞ്ഞതിന് ശേഷം ഇനി പി ജി കഴിഞ്ഞിട്ട് എന്താണ് എന്ന് പലപ്പോഴും പി ജി കഴിഞ്ഞിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോകും. പക്ഷെ നമുക്ക് നമ്മൾ നടത്തേണ്ട പ്രിക്വേഷൻസ് ഒന്നും ചിലപ്പോൾ എടുത്തെന്ന് വരില്ല. അപ്പോൾ അതിനെ ആദ്യമായിട്ടൊരു ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ടൈം ബോണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ചൊരു ഒരു കരിയറിൽ എത്തിച്ചേരാനും നമുക്ക് കഴിയും. അപ്പോൾ അതിനുള്ളൊരു സെഷനാണ് ഇന്നിപ്പോ ഇവിടെ പിന്നെ നമ്മൾ പിന്നെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സോഷ്യോളജിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. സോഷ്യോളജി എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്ന ഒരു ഡിസിപ്ലിനാണ് സോഷ്യോളജി. പ്രത്യേകിച്ച് പിന്നെ മറ്റുള്ള സോഷ്യൽ സയൻസുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു യങ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എമേർജിങ് സ്കോപ്പാണ് നമുക്ക് ഉള്ളത്. പുതിയ ലോകത്ത് ഈ സോഷ്യോളജിയുടെ ഒരു ബ്രോഡ് ആപ്ലിക്കബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ മുതൽ ഒരു കോർപ്പറേറ്റ് CSR മുതൽ പോളിസി റിസർച്ച് വരെ എത്തി നിൽക്കുന്ന വിശാലമായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇഗ്നോ ആണെങ്കിൽ നിങ്ങൾ ഇഗ്നോ ആണ് പിന്നെ നിങ്ങളുടെ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇഗ്നോയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്തെ പിന്നെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. അതിന്റെ സിലബസ് സാധാരണ നമ്മൾ പറയാറുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ ഓപ്പൺ ഡിഗ്രിയിലൊക്കെ തന്നെ ഏറ്റവും മൂല്യമുള്ള ഒരു ഡിഗ്രി ആയിട്ടാണ് ഇഗ്നോ സാധാരണ കണക്കാക്കപ്പെടുന്നത്. കാരണം അതിന്റെ ഒരു കോംപ്രഹെൻസീവ് കരിക്കുലം സാധാരണ ഈ ഒരു പിന്നെ ഹയർ സ്റ്റഡീസിന് പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തന്നെ എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇഗ്നോയുടെ ഒരു കരിക്കുലം അല്ലെങ്കിൽ അതിന്റെ ഒരു സിലബസ് നമുക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ആയിട്ട് വരാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതിന് ശേഷം PGക്ക് ശേഷം നെറ്റൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പിന്നെ അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്ര റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഇഗ്നോന്റെ പൊതുവെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം വാല്യൂ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ തന്നെയാണ് ഇഗ്നോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു പിന്നെ സാധ്യതകൾ നമ്മൾക്ക് എവിടെ എത്താൻ പറ്റും, നമ്മൾക്ക് എത്താൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും ഇത് എത്രത്തോളം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറി അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ സ്കിൽസ് എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണ് എന്നതിനനുസരിച്ചാണ് നമ്മളുടെ കരിയർ നമുക്ക് മുമ്പിൽ പിന്നെ ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇപ്പൊ നമ്മളെ ഒരുപാട് സാധ്യതകൾ അതിൽ നമുക്ക് സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു ഫോർമലിസ്റ്റിക് സ്കൂളുണ്ട്, അതുപോലെ തന്നെ സിന്തറ്റിക് സ്കൂളുണ്ട്. ഫോർമലിസ്റ്റിക് സ്കൂളിൽ അതിന്റെ അക്കാദമികമായിട്ടുള്ള ഒരു തലമുണ്ട്. ഇനി സിന്തറ്റിക് സ്കൂൾ ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ലെവൽ സോഷ്യോളജിക്കൽ തിയറി ആപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നുണ്ട്. ഇപ്പൊ അക്കാദമിക് ലെവലിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MA ചെയ്യാം. MA ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിൽ തുടർ പഠനങ്ങൾ MPhil ഉണ്ട്, PhD ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗവേഷണ സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ MPhil ആണെങ്കിൽ MPhil ഇപ്പോ പുതിയ UGC നിയമപ്രകാരം MPhil എടുത്തു പോവാണ്. അപ്പോൾ MA കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ PhD ചെയ്യാം. അങ്ങനെയുള്ള കുറെ സാധ്യതകൾ മുമ്പിൽ ഉണ്ട്. ഇപ്പോൾ UGC നെറ്റ് അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോ പുതുതായിട്ട് വന്ന ഒരുപാട് മാറ്റങ്ങൾ പിന്നെ ഈ ഒരു എന്താണ് ഈ നെറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 പ്ലാറ്റ്ഫോമുകൾ. ഇപ്പൊ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് PhD ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്ക് ലഭിക്കും. അല്പം കൂടി ഉയർന്ന സ്കോർ നിങ്ങൾക്ക് പിന്നെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പിന്നെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കോളേജുകളിൽ പഠിപ്പിക്കാനുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഉയർന്ന പിന്നെ സ്കോർ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് JRF ലഭിക്കും.
JRF നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ പേയ്മെന്റോട് കൂടെ 3 മുതൽ 5 വർഷം വരെ നിങ്ങൾക്ക് പേയ്മെന്റോട് കൂടെ ഒരു മാസം 25,000 മുതൽ ആദ്യത്തെ 1-2 വർഷം ഒരു 25,000 രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും, ഫെലോഷിപ്പ് കിട്ടും. പിന്നീട് ഒരു 30,000 രൂപ വരെയുള്ള പിന്നെ എന്താണ് പേയ്മെന്റ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഗവേഷണ മേഖലയിൽ പിന്നെ ഇന്ത്യക്കകത്തും പുറത്തൊക്കെ ഉള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റഡി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്കോളർഷിപ്പുകൾ വേറെയും ഒരുപാടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 2,100ഓളം സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളും അല്ലെങ്കിൽ ഫെലോഷിപ്പുകൾ പിന്നെ ഇന്ത്യയിലും പുറത്തൊക്കെ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വിശാലമായിട്ടുള്ള സാധ്യത നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടെന്നാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഇപ്പോൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ ഇപ്പോൾ കോമൺവെൽത്ത്, അതുപോലെ തന്നെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പുകൾ, അതുപോലെ എറാമസ് മുണ്ടസ് സ്കോളർഷിപ്പുകൾ, അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കുള്ള പിന്നെ സാധ്യതകൾ അതുപോലെ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊന്ന് പിന്നെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമുക്ക് പോകുമ്പോൾ ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ വർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഈ സോഷ്യൽ വർക്ക് മേഖലകളിൽ സമൂഹത്തെ സേവിക്കാനും സമൂഹത്തെ എൻ്റെ കൂടെ നിന്നിട്ട് വർക്ക് ചെയ്യാനൊക്കെയുള്ള താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ വർക്ക് മേഖലകളിൽ എന്ത് ചെയ്യാം, ഒരുപാട് സാധ്യതകൾ പിന്നെ തുറന്നു നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഒരുപാട് NGOs പിന്നെ അവർ നടന്നു. ഇപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ പിന്നെ NGOs അവരുടെ വെൽഫെയർ സ്കീമുകളാവട്ടെ, അതുപോലെ തന്നെ മറ്റ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആവട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുന്ന, അതിന് മുൻകൈ എടുത്ത് നടത്തുന്ന NGOs ധാരാളമായിട്ടുണ്ട്. അപ്പൊ അത്തരം NGOs എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അവസരങ്ങൾ സോഷ്യോളജി പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഒരുക്കുന്നുണ്ട്. ഇപ്പോ അങ്ങനെ പിന്നെയുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ, അതുപോലെ ഓൾഡ് ഏജ് ഹോമുകൾ, റിഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, കൗൺസിലിംഗ് സെന്റേഴ്സ്, അവിടെയൊക്കെ നമുക്ക് പിന്നെ സോഷ്യോളജി പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് മിക്കവാറും സോഷ്യോളജി PG ഒരു ഡിഗ്രി ചെയ്ത് നിർത്തുക എന്നതിലപ്പുറത്തേക്ക് ഒരു PG കൂടി ചെയ്യുന്നതോടുകൂടിയാണ് നമുക്ക് കുറച്ചുകൂടി കരിയർ നമ്മുടെ മുമ്പിലേക്ക് ഓപ്പൺ ചെയ്ത് വരുന്നത്. അപ്പൊ പ്രൊഫഷണലി നമ്മൾ അല്പം കൂടി തിയറട്ടിക്കലി അല്ലെങ്കിൽ ആ ഒരു സോഷ്യോളജിയിൽ സ്കില്ല് നമുക്ക് ലഭിക്കുന്നത് സോഷ്യോളജിയിൽ PG കൂടെ ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് നമുക്കൊരു പിന്നെ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു സോഷ്യോളജിക്കൽ എന്താ പറയാ സ്കില്ല് അല്ലെങ്കിൽ പിന്നെ ആ അർത്ഥത്തിലുള്ള ഒരു കഴിവും പ്രാപ്തിയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം പോളിസി അനാലിസിസ് ആൻഡ് തിങ്ക് ടാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളാവട്ടെ, ഗവൺമെന്റിന്റെ സ്കീമുകളാവട്ടെ, പോളിസികളാവട്ടെ, അപ്പൊ അതിനെയൊക്കെ തന്നെ പിന്നെ വിലയിരുത്താനും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, ഇപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ തന്നെ ഒരുപാട് സ്കീമുകളുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യം, ഗർഭിണികളുടെ ആരോഗ്യം, അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അത് പിന്നെ കൂടുതൽ പിന്നെ എന്താണ് മെച്ചപ്പെടുത്തുക, ഇതിനാവശ്യമായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകൾ ഗവൺമെന്റിന് ധാരാളമായിട്ടുണ്ട്. അപ്പൊ അത്തരം പിന്നെ എന്താണ് സ്കീമുകളുമായി ബന്ധപ്പെട്ട പോളിസികൾ നിർമ്മിക്കുക, അതിനാവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കുക, ഇത് ചെയ്യുന്നതിൽ കൂടുതൽ പങ്ക് നൽകാനുള്ളത് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റിയ ആളുകൾ സോഷ്യോളജിക്കാരാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പോളിസി ആവട്ടെ, അർബൻ ഹൗസിംഗ് ആവട്ടെ, അപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പിന്നെ സ്കീമുകൾ, അതിനെ വിലയിരുത്തുക, അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹവുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മിടിപ്പുകൾ അറിയുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ അടുത്തറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള അഡ്വൈസ് കൊടുക്കാനും ഏറ്റവും പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് സോഷ്യോളജി പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് പിന്നെ പൊതുവെ വിലയിരുത്തപ്പെടുന്നതും. അത്തരം ആളുകൾക്കാണ് കൂടുതൽ സാധ്യത ആ മേഖലയിൽ ഉള്ളത്. അതുപോലെ തന്നെ അർബൻ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്,
ഇപ്പോൾ നമ്മുടെ ഇപ്പൊ അർബൻ മേഖല, ഇപ്പോൾ ഗ്രാമീണ മേഖലകളിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഗരികമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ നാഗരികതയുടെ വളർച്ച, നഗരവൽക്കരണം ഒക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ സ്മാർട്ട് സിറ്റീസ്, സ്ലം റിഹാബിലിറ്റേഷൻ, ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ കുടിവെള്ളം, വൈദ്യുതി, വാർത്താവിനിമയ സംവിധാനങ്ങൾ. അപ്പൊ ഇതൊക്കെ ഒരു ടൗൺഷിപ്പിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ഇതിനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് മനുഷ്യരുടെ ഒരു സ്വൈര്യമായിട്ടുള്ള ജീവിതം ഈ തിരക്ക് പിടിച്ച സാഹചര്യ ഇൻഫ്രാസ്ട്രക്ചറിനുള്ളിൽ നിന്ന് സാധ്യമാകുക? അപ്പൊ അത്തരം മേഖലകളിൽ ഇപ്പോ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും, വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക്, അത്തരം പോളിസികളോടുള്ള ജനങ്ങളുടെ മനോഭാവം എന്താണ്, ജനങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക, അത്തരം പദ്ധതികളെ ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു, അല്ലെ? അതിനൊക്കെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ മുൻകൂട്ടി പഠിച്ച് ഗവേഷണം ചെയ്ത് ആ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു വികസന പദ്ധതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോടുകൂടെ മാത്രമേ നമുക്കൊരു ഡെവലപ്മെന്റിനെ സമീപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ, ഒരു ഗവേഷണം ഇല്ലാതെ, ഒരു പൈലറ്റ് സ്റ്റഡി നടത്താതെ നമ്മൾ ഒരു പ്ലാനുമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി അറിയാനും മനസ്സിലാക്കാനും പ്രായോഗികമാണോ അല്ലേ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ അവിടെ ആരുടെ സഹായം വേണം? അവിടെ സോഷ്യോളജി പഠിച്ചിട്ടുള്ള, സമൂഹത്തെ അറിയുന്ന, സമൂഹത്തിന്റെ മനസ്സറിയുന്ന ആളുകളെയാണ് ആവശ്യം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കോർപ്പറേറ്റ് സെക്ടറുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്. ഇപ്പോ ബിസിനസ് മേഖലകളിൽ സോഷ്യോളജി പഠിച്ചിറങ്ങിയിട്ട് ഏതൊക്കെ മേഖലകളിൽ സാധ്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികതയുടെ ഈ ഭയങ്കരമായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ മേഖലകളിലെല്ലാം സോഷ്യോളജിക്ക് സാധ്യതകൾ തുറന്ന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കോർപ്പറേറ്റ് സെക്ടർ ആണെങ്കിൽ HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്, ഇപ്പോൾ ബിസിനസ് സംരംഭങ്ങളിൽ, അതുപോലെ കോർപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ തന്നെ എന്തുണ്ട്, പിന്നെ HR മാനേജേഴ്സ്. അപ്പൊ HR മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നമുക്കറിയാം, തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് മനുഷ്യരെല്ലാവരും ഉള്ളത്. അപ്പോൾ ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ വീട്ടിലത്തെ പ്രശ്നങ്ങളുമായിട്ട് തൊഴിൽ സ്ഥലത്തേക്ക് പോകുന്നു, തൊഴിലിടത്തെ പ്രശ്നങ്ങളുമായിട്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ജനങ്ങൾ പൊതുവെ കടന്നു പോകുന്നത്. അപ്പൊ ഇത് പിന്നെ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് മല്ലിടുന്ന മനുഷ്യരുടെ സ്വഭാവം, ഇപ്പൊ വീട്ടിലത്തെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും തൊഴിലിടങ്ങളിൽ കാണിക്കുന്നു. തൊഴിലിടത്തെ പ്രശ്നങ്ങൾ ചിലപ്പോ എവിടെ കാണിക്കാം? വീട്ടിൽ കാണിക്കുന്നു. ഇങ്ങനെയുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥ പൊതുവെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു നല്ല തൊഴിൽ ആംബിയൻസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരു പ്രൊഡക്ടിവിറ്റി, അവരുടെ വർക്കിംഗ് എനർജിയെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കണം. അവരും കമ്പനിയും തമ്മിൽ അവരുടെ മനോഭാവത്തില് എന്ന് പറഞ്ഞാൽ തൊഴിലിടത്തിലേക്ക് എത്തുന്നതോടുകൂടെ അവരുടെ സ്കില്ലിന്റെ മാക്സിമം എനർജിയോടുകൂടെ അവർക്ക് പണിയെടുക്കാനും അത് അവര് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിന് പൂർണ്ണമായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക്, മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് പറ്റണമെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസിൽ ഇടപെടുകയും പരിഹരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് അവരിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പൊ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഇപ്പൊ തൊഴിലാളികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവാം, തൊഴിലാളിയും ഉടമകളും മാനേജേഴ്സും തമ്മിൽ പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ ആശയവിനിമയത്തിലുള്ള പ്രശ്നങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം. അതൊക്കെ പരിഹരിച്ച് ഒരു ഭയങ്കര ഡൈവേഴ്സിറ്റി ഉള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ് തൊഴിലിടങ്ങളിൽ. പല ചുറ്റുപാടിൽ നിന്ന്, പല സ്വഭാവമുള്ള, പല ശീലങ്ങളുള്ള ആളുകളാണ് തൊഴിലിടങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാവിലെ 10 മണി മുതൽ ഒരു 5 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെ വർക്ക് ചെയ്യുക എന്നുള്ളത്, ഒരു ഫുൾ ഫോക്കസോട് കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ആംബിയൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ.
അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാത്തൊരു സാഹചര്യം ഒരുക്കാൻ ആർക്ക് പറ്റും? HR മാനേജേഴ്സിന് പറ്റും. അതിനെന്ത് വേണം? അവർക്ക് ഈ പറയുന്ന ഒരു സോഷ്യോളജിക്കൽ സെൻസും സോഷ്യോളജിക്കൽ സ്കില്ലൊക്കെ വേണം. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഈ പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എന്ന് പറഞ്ഞാൽ എല്ലാ പിന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ നിശ്ചിത വിഹിതം സാമൂഹിക സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണമെന്നാണ്. അപ്പോ അതാണ് ഏറ്റവും കമ്മ്യൂണിറ്റി നീഡ് അനുസരിച്ച് ആളുകളുടെ അല്ലെങ്കിൽ സോഷ്യൽ നീഡ് അനുസരിച്ച് അവർക്ക് വേണ്ട പ്രോഗ്രാമുകൾ, പദ്ധതികൾ, പിന്നെ അല്ലെങ്കിൽ വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്താൻ കോർപ്പറേറ്റുകൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള പദ്ധതികളും പ്രോഗ്രാമുകളും ഏതാണ് എന്ന് തിരിച്ചറിയുകയോ അതിനാവശ്യമായിട്ട് കോർപ്പറേറ്റുകൾക്ക് അഡ്വൈസ് കൊടുക്കാനും പറ്റിയ ആളുകൾ സോഷ്യോളജിക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ എന്താണ് ഉണ്ട്. മറ്റൊന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിവിൽ സർവീസസ്, അങ്ങനെയുള്ള സാധ്യതകൾ നമുക്കുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ്, പിന്നെ നിങ്ങൾ പിന്നെ ഒരു BA സോഷ്യോളജിക്കാരനാണെങ്കിൽ പോലും അല്ലെങ്കിൽ MA സോഷ്യോളജി എടുത്തു കഴിഞ്ഞാൽ ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് ആണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് അഡ്വാൻറ്റേജസ്, സോഷ്യോളജി എടുക്കുന്നതുകൊണ്ട് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിന്റെ ഒരു ഓപ്ഷണൽ പേപ്പർ, ഇപ്പോൾ സിവിൽ സർവീസിലെ ഒരു ഓപ്ഷണൽ പേപ്പറാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് ആസ്പിരന്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? സോഷ്യോളജി എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് മുമ്പോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഓപ്ഷണൽ പേപ്പർ സോഷ്യോളജി ആയതുകൊണ്ട് സോഷ്യോളജി പഠിക്കുന്ന സോഷ്യോളജി സ്റ്റുഡൻസിന് ഈ സിവിൽ സർവീസിൽ കുറച്ചുകൂടി എന്താണ് അഡ്വാൻറ്റേജ് ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഗവൺമെന്റ് ജോബ്, ഗവൺമെന്റിന് ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗവൺമെന്റ് ജോബുകൾ സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കിർത്താഡ്സ്, കോഴിക്കോട് ചേവായൂരിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കിർത്താഡ്സ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അപ്പൊ ഇതിന് ഒരുപാട് വിങ്ങുകളുണ്ട്. റിസർച്ച് വിങ് ഉണ്ട്, ട്രെയിനിങ് വിങ് ഉണ്ട്, ഡെവലപ്മെന്റൽ സ്റ്റഡീസ് വിങ് ഉണ്ട്. അപ്പൊ ഈ ഓരോ വിങ്ങിലേക്കും നിരവധി ഇപ്പോൾ റിസർച്ച് ഓഫീസേഴ്സ്, അതുപോലെ റിസർച്ച് അസോസിയേറ്റ്സ്, റിസർച്ച് അസിസ്റ്റൻസ്, ഫീൽഡ് റിസർച്ച് അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ, ചിലതൊക്കെ PSC പെർമനന്റ് ആയിട്ട് വിളിക്കുന്ന PSC പോസ്റ്റുകളാണ്. ഇപ്പോൾ പ്രൊബേഷൻ ഓഫീസർ, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റർ, പ്രൊജക്ട് കോർഡിനേറ്റർ, ഇങ്ങനെയുള്ള ചില PSC പോസ്റ്റുകളിലേക്ക് കിർത്താഡ്സ് വിളിക്കാറുണ്ട്. അത് പെർമനന്റ് ആണ്. അത് കൂടാതെ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ, ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റിസർച്ച് പ്രോഗ്രാമുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ കിർത്താഡ്സിന്റെ അണ്ടറിലുണ്ട്. അപ്പോൾ കോൺട്രാക്ട് വൈസിൽ അവരെന്ത് ചെയ്യാറുണ്ട്? 4-5 വർഷങ്ങളിലേക്കൊക്കെ റിസർച്ച് അസിസ്റ്റന്റിനെയും അസോസിയേറ്റ്സിനെയും ഒക്കെ ക്ഷണിക്കാറുണ്ട്. അപ്പോൾ സോഷ്യോളജി, ആന്ത്രോപോളജി ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് സാധ്യത ആ മേഖലയിലുള്ളത്. അപ്പോൾ സോഷ്യോളജി പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ആ മേഖലയിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കേരള ഗവൺമെന്റ് ലോക്കൽ ഗവേണൻസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കില. അവിടെ അവരുടേതായിട്ടുള്ള റിസർച്ച്, ട്രെയിനിങ്, സെമിനാർ, വർക്ക്ഷോപ്പ്, കോൺഫറൻസുകൾ എന്നുള്ള ധാരാളം പ്രോഗ്രാമുകൾ അവര് നടത്തുന്നുണ്ട്. അവിടെയും പിന്നെ സോഷ്യോളജി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അവിടെ അവരുടെ കീഴിൽ സ്കൂളുകള്, ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിബ്യൂട്ട് ഹോംസ്, ട്രെയിനിങ് സെന്റേഴ്സ്, പിന്നെ വിദ്യാഭ്യാസം, തൊഴിൽ, അഗ്രികൾച്ചർ, സ്കില്ല് പോലെയുള്ള ഒരുപാട് സ്കീമുകൾ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാമുകൾ നടപ്പിലാക്കാൻ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, റിസർച്ചുകൾ നടത്താൻ, കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് സോഷ്യോളജികൾ പഠിച്ചിട്ടുള്ള എന്താണ് പിന്നെ ഈ സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ്. അപ്പൊ അവിടെയും നമുക്ക് ഒരുപാട് സാധ്യതകൾ എന്താണ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ മറ്റൊന്ന് അഡ്വക്കസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിരാലംബരായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, ജെൻഡർ ഇൻഇക്വാലിറ്റി, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഇൻജസ്റ്റിസ്, ചൈൽഡ് റൈറ്റ്സ്, ഇവരുമായി ബന്ധപ്പെട്ട സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട, കമ്മ്യൂണിറ്റികളുമായി ബന്ധപ്പെട്ട, പ്രകൃതിയുമായി ബന്ധപ്പെട്ട, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട, മനുഷ്യന്റെ ജീവൽപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന
മനുഷ്യരെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. വരുന്ന ജേർണലിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ ആവാം, എഡിറ്റർ ആവാം, നിങ്ങൾക്ക് നല്ല കണ്ടന്റ് റൈറ്റർ ആവാം. അത് പ്രിന്റ് മീഡിയ ആവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ, അങ്ങനെ വാർത്താവിനിമയ മേഖലകളിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ സമൂഹത്തെ അറിയുന്ന, സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ, ശാസ്ത്രീയമായി മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും അറിയുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഒരുപാട് സാധ്യതകൾ ആ മേഖലയിൽ നമുക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ MA സോഷ്യോളജി അല്ലെങ്കിൽ BA സോഷ്യോളജി ഒക്കെ കഴിഞ്ഞിട്ട് ഈ ജേർണലിസ്റ്റ് മേഖലയിലുള്ള ഡിപ്ലോമ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ആ മേഖലയിൽ കൂടുതൽ സ്കില്ലുകൾ കരസ്ഥമാക്കാൻ പറ്റും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലയിൽ, എഡ്യൂക്കേഷൻ ഇപ്പോൾ നിങ്ങൾ ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ്ങിന് ഒരുപാട് സാധ്യതകളുണ്ട്. ടീച്ചിങ് സാധാരണ പറയാനുള്ള സോഷ്യോളജി തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ ഹയർ സെക്കൻഡറി മുതൽ മാത്രമാണ് സോഷ്യോളജി പഠിപ്പിക്കാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് ഓപ്പൺ ആവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ BA സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈസ്കൂളിൽ വരെ പഠിപ്പിക്കാം, ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കാം. അത് പ്യൂർലി സോഷ്യോളജി അല്ല, സോഷ്യോളജി ഉണ്ട്, അതിൽ ഹിസ്റ്ററി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് എല്ലാം ചേരുന്നതാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് BA സോഷ്യോളജി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ B.Ed ചെയ്യാം. പിന്നീട് കേരള ഗവൺമെന്റ് നടത്തുന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSC എഴുതാം, ഹൈസ്കൂളിൽ പഠിപ്പിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് സോഷ്യോളജി തന്നെ പഠിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പിന്നെ BA സോഷ്യോളജി കഴിയുന്നു, MA സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്യാം, B.Ed സോഷ്യൽ സയൻസിൽ B.Ed ചെയ്യാം. പിന്നെ സെറ്റ് കേരള സർക്കാർ നടത്തുന്ന ടീച്ചേഴ്സ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് കൂടെ നിങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ PSC എഴുതാൻ, HSST എഴുതാൻ നിങ്ങൾ പിന്നെ പ്രാപ്തരായി കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയർ സെക്കൻഡറി മുതൽ എന്താണ് പഠിപ്പിക്കാൻ പറ്റും. ഇനി അതൊന്നല്ല, നിങ്ങൾക്ക് മുതിർന്ന ക്ലാസ്, ഉയർന്ന സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കേരളത്തിൽ പുറത്തൊക്കെയുള്ള കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ ഒക്കെ പഠിപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് B.Ed ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ MA സോഷ്യോളജി കഴിയുന്നു, നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആവുന്നു, നിങ്ങൾ എന്തായി പിന്നെ നേരിട്ട് കോളേജുകൾ പഠിപ്പിക്കും. പുതിയ റൂള് അനുസരിച്ച്, UGCയുടെ പുതിയ റൂൾ അനുസരിച്ച് ഇനിയിപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആവണ്ട, MA പിന്നെ മിനിമം 55% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോളേജുകൾ പഠിപ്പിക്കാനുള്ള മിനിമം യോഗ്യതയായിട്ട് കണക്കാക്കപ്പെടുമെന്നാണ് പുതിയ നിയമങ്ങൾ വരുന്നത്. അപ്പോൾ ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ പ്രൈവറ്റ് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് പ്രൈവറ്റ് ഇപ്പോൾ സെൽഫ് ഫിനാൻസ് പിന്നെ കോളേജുകൾ ഒക്കെ തന്നെ ധാരാളമായിട്ടുണ്ട്. അത്തരം സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ അങ്ങനെ ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോളേജിലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് മുമ്പോട്ട് പോവാം. അപ്പോ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമുക്ക്, വളരെ പരിമിതമായിട്ടുള്ള ഒരു സമയക്രമമാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി പറയാണ്, ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ നമുക്ക് മുമ്പിൽ ഉണ്ട് നമ്മുടെ കരിയറിൽ. അപ്പൊ സോഷ്യോളജി പഠിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത്തരം സാധ്യതകൾ നമുക്ക് മുമ്പിലില്ല. അപ്പൊ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു പിന്നെ സ്കില്ല് നമ്മൾ വളർത്തുകയും ഈ ഒരു സ്കില്ല് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും നമ്മൾ എത്രത്തോളം ഏബിൾ ആണ്, എഫിഷ്യന്റ് ആണ് എന്നതിനനുസരിച്ചാണ് നമുക്ക് മുമ്പിലേക്ക് സാധ്യതകൾ തുറന്നു നിൽക്കുന്നത്. അപ്പോ അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോഷ്യോളജി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ചില സ്കില്ലുകളാണ്. ഒന്ന്, റിസർച്ച് മെത്തേഡ്സ്, ഡാറ്റ കളക്ഷൻ മേഖലയിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആവാം, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആവാം. അപ്പോൾ റിസർച്ച് നടത്താൻ, ഗവേഷണം നടത്താൻ, സമൂഹത്തെ നിരീക്ഷിക്കാനും പഠിക്കാനും അന്വേഷിക്കുവാനുള്ള നല്ല എക്സ്പെർട്ടൈസ് നമുക്ക് ആവശ്യമായിട്ട് ഉണ്ട്. അപ്പോൾ ഗവേഷണ മേഖലയിൽ ഇപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാനാവട്ടെ, ഡാറ്റ കളക്ഷൻ ടൂൾസുകൾ, ഇപ്പോൾ സർവേ നടത്താൻ, ഇന്റർവ്യൂ നടത്താൻ, ഒബ്സർവേഷൻസ് നടത്താൻ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിക്കാനൊക്കെയുള്ള സ്കില്ല് നമ്മൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് പോളിസി അനാലിസിസ്, ആ മേഖലയിൽ നമ്മൾക്ക് എന്താണ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, സാമൂഹിക ജീവിതത്തെക്കുറിച്ച്, ഗവൺമെന്റ് നടത്തുന്ന പദ്ധതികളെ കുറിച്ചൊക്കെ അതിനെ വിമർശനാത്മകമായിട്ട് സമീപിക്കാനും അതിനെ അല്പം കൂടി ക്രിട്ടിക്കലി സമീപിക്കാനും അതിന്റെ വരും വരായികളെ കുറിച്ച് ആലോചിക്കാനും മനസ്സിലാക്കാനും ഫീഡ്ബാക്കുകൾ എടുക്കാനും ഒക്കെ പറ്റുന്ന ആളുകളായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ കുടുംബശ്രീ പദ്ധതി നടപ്പാക്കും, തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതി പിന്നെ എത്രത്തോളം ഇഫക്റ്റീവ് ആണ്,
എത്രത്തോളം അത് ജനങ്ങളിലേക്ക് എന്താണ് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, എത്ര ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ അത് നൽകുന്നുണ്ടോ ഇല്ലേ, അത് എത്ര ഫലപ്രദമായിട്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ഇത്തരം സ്കീമുകളെ കുറിച്ചിട്ട് എന്താണ് ആലോചിക്കാനും മനസ്സിലാക്കാനും അതിന്റെ ഒരു ഇമ്പാക്ട് സ്റ്റഡി ഒക്കെ നടത്താൻ പറ്റുന്ന ആളുകളായിട്ട് നമ്മൾ വളരേണ്ടതുണ്ട്. അത്ര സ്കില്ലുകൾ നമ്മൾ ഉണ്ടാവണം. മറ്റൊന്ന് അഡ്വക്കസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾക്ക് ഈ സമുദായത്തിന്റെ ഒക്കെ കൂടെ നിൽക്കാനും അവരുടെ ശബ്ദമായിട്ട് മാറാൻ, അവരുടെ നാവായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളൊരു നമുക്ക് സ്കിൽ ഉണ്ടായാൽ പോരാ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വിനിമയം ചെയ്യാൻ, ആളുകളുമായിട്ട് സംസാരിക്കാൻ, ഇടപഴകാനും ഒക്കെ നമുക്ക് പറ്റണം. അപ്പോൾ കൂടുതൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, അവരുടെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഒക്കെ നമുക്ക് വളർത്തി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോ ഇപ്പോ ഒരു ട്രൈബൽ എന്താണ് ബെൽറ്റിലൊക്കെ നമ്മൾ പോകുന്നു, അവരുടെ സംസ്കാരത്തെ കുറിച്ച് അറിയണമെങ്കിൽ അവർ നടത്തുന്ന ഉത്സവങ്ങള്, അവരുടെ പ്രോഗ്രാമുകള്, ഫെസ്റ്റിവൽസ്, ആഘോഷങ്ങള്, അതിലൊക്കെ പങ്കെടുക്കുക, അതിനെ നിരീക്ഷിക്കുക, അല്ലെ, അങ്ങനെ ഒരു സമൂഹത്തിന്റെ കൂടെ നിൽക്കാനും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് പിന്നെ അവരിൽ ഒരാളായി ജീവിച്ച് അവരെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ, അങ്ങനെയുള്ള ഒരു പിന്നെ സെൻസിറ്റീവായിട്ട് നമ്മൾ മാറണം. അപ്പോഴാണ് നമുക്ക് ഒരു സോഷ്യോളജിക്കൽ എന്താണ് നോളജ് നമുക്ക് കൂടുതലായിട്ട് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രൊജക്ട് ഓർഗനൈസേഷൻ, സാമൂഹിക വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുപാട് സ്കീമുകൾ ഗവൺമെന്റിൻ്റെതുണ്ട്. അത് നടപ്പിലാക്കാനും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും, പിന്നെ പ്രൊജക്റ്റുകൾക്ക് മേൽനോട്ടം വഹിക്കാനും, പദ്ധതികൾ ആവിഷ്കരിക്കാനും, പ്ലാൻ ചെയ്യാനും, എക്സിക്യൂട്ട് ചെയ്യാനും, മോണിറ്റർ ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്കില്ല് നമ്മളിലേക്ക് വളർന്ന് വരേണ്ടതുണ്ട്. മറ്റൊന്ന് ഡിജിറ്റൽ ലിറ്ററസിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമുക്ക് ഡിജിറ്റലി, ഇപ്പൊ സാങ്കേതികമായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ സമൂഹം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ലിറ്ററസി കരസ്ഥമാക്കാൻ നമുക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള മിനിമം നോളജ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സ്കില്ലുകൾ എന്താണ് നമുക്ക് മുമ്പിൽ, ഇതോടൊപ്പം തന്നെ നമ്മൾ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വളർന്നു വരുന്നത്. ഇനിയുള്ളത് ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ്. പിന്നെ പുതുതായിട്ട് വളർന്ന് വരുന്ന കുറേ സാധ്യതകൾ ഉണ്ട്. നേരത്തെ പറഞ്ഞത് കൂടാതെ ഒരുപാട് എന്താണ് ഒരു ന്യൂ എമേർജിംഗ് ട്രെൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വേർ സോഷ്യോളജി ഫിറ്റ്സ് ഇൻ ടുഡേയ്സ് വേൾഡ്, അല്ലെ. ഒരു പ്രൈവറ്റ് സെക്ടറുകളിൽ ഒരുപാട് സാധ്യതകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രോയിങ് ഡിമാൻഡ് ഇൻ പ്രൈവറ്റ് സെക്ടർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കോർപ്പറേറ്റുകളിൽ ധാരാളമായിട്ട് സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയേഴ്സിന് ആവശ്യമായിട്ട് വരുന്നു. സമൂഹത്തിന്റെ മനഃശാസ്ത്രം അറിയുന്ന ആളുകളെയാണ് ഇപ്പോൾ ആവശ്യം. അപ്പോൾ ഒരു കൺസ്യൂമർ ബിഹേവിയർ അറിയുന്ന ആളുകളെ നമുക്ക് ഫീൽഡിലേക്ക് ആവശ്യമായിട്ട്, ഇപ്പോൾ യൂസർ എക്സ്പീരിയൻസ് റിസർച്ചുകൾ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട അത്തരം സ്കീമുകളെ കുറിച്ച് പഠിക്കാനും അത് നടപ്പിലാക്കാനും പറ്റിയ ആളുകൾ, അതുപോലെ ടെക് കമ്പനീസുകളിലൊക്കെ തന്നെ ഇപ്പോൾ പിന്നെ കൺസ്യൂമർ ബിഹേവിയർ അറിയുന്ന ആളുകൾ ആവശ്യമാണ്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് വിറ്റു പോവുക, ആളുകൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുക, അട്രാക്ട് ചെയ്യുക, ആളുകളുടെ ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്താണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ കമ്പനികള് ഒരു രൂപക്ക് 1 കിലോ എന്താണ് തക്കാളി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും വാങ്ങിക്കുന്നു, അല്ലെ. അപ്പോൾ 1 രൂപക്ക് തക്കാളി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 100 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ പോകുക. അതാണ് ആളുകളുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. വില കുറച്ച് അവിടെ കിട്ടും. ഇപ്പോൾ അതുപോലെ തന്നെ 400 രൂപക്ക് ഒരു ഷർട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അത്ര അട്രാക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ 800 രൂപക്ക് 2 ഷർട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂമർ അട്രാക്റ്റ് ആവുന്നു. ഇതൊരു മനഃശാസ്ത്രമാണ്, കൺസ്യൂമറിന്റെ ഒരു മനഃശാസ്ത്രമാണ്, ഒരു ബിഹേവിയർ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോർപ്പറേറ്റിന് അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ആളുകളുടെ മനഃശാസ്ത്രം എങ്ങനെയാണ്, ആളുകൾക്ക് പിന്നെ അവരുപയോഗിക്കുന്ന ഉപഭോഗ വസ്തുക്കളോടുള്ള അവരുടെ പിന്നെ എന്താണ് അവരുടെ മനോഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളുകളായിട്ട് മാറുന്നു. അതുപോലെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇപ്പോൾ ഓൺലി ഫ്യൂ ലെഫ്റ്റ് അല്ലെങ്കിൽ 2 ലെഫ്റ്റ് എന്ന് പറയുന്ന ആളുകൾ പെട്ടെന്ന് അത് വാങ്ങിക്കൂട്ടാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും കാണിക്കാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത് ആർക്കാണ് അറിയാം, അത് സോഷ്യോളജി പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം എന്താണ് കുറച്ചുകൂടി അടുത്തറിയാനും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ അവർക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോ മറ്റൊന്ന് പ്രാക്ടിക്കൽ റോഡ് മാപ്പ്.
ആഹ് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സോഷ്യോളജിക്കോ പഠിച്ചു, സോഷ്യോളജി BA സോഷ്യോളജി നമുക്കുണ്ട്, MA സോഷ്യോളജി ഉണ്ട്, എങ്ങനെയാണ് ഇനി നമുക്ക് ജോലി ലഭിക്കുക അല്ലെ? അത് പിന്നെ PG ഒക്കെ ഉണ്ടായിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോലി ലഭിക്കണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ചില വഴികളാണ് പറയുന്നത്. അതിന് ചില ആക്ഷൻസ്, നമ്മൾ ഒരു ചില സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. ഒന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. അപ്പൊ നമ്മൾ സോഷ്യോളജിയാണ് എടുക്കുന്നത്. സോഷ്യോളജിയോട് കൂടെ നമുക്ക് ആവശ്യമായ ഏതൊരു മേഖലയിലേക്കാണോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോ സോഷ്യൽ വർക്ക് ആവാം, അല്ലെങ്കിൽ ഡാറ്റ പ്രൊജക്ട് മേഖലയിലാവാം, HR മേഖലയിലാവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റൽ പ്രോഗ്രാം, NGOസിന്റെ പിന്നെ ഇപ്പോൾ വെൽഫെയർ പ്രോഗ്രാമുകൾ അത് മേൽനോട്ടം വഹിക്കുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ഒരു ട്രൈബൽ മേഖലയിൽ അവരുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റൽ പ്രോഗ്രാമിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അപ്പൊ അതത് മേഖലകളിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖലകൾ ഏതാണോ ആ മേഖലയിൽ എനിക്ക് വളരാൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള ഒരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ ഡിപ്ലോമ കോഴ്സുകളോ ഒക്കെ ഇതിനോട് കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യണം. അതോടൊപ്പം ഇന്റേൺഷിപ്പ്, ഇപ്പോൾ വളണ്ടിയറിങ്, നമ്മൾ എന്ത് ചെയ്യണം, ഫീൽഡ് എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാനും ആവശ്യമായിട്ടുള്ള ഫീൽഡ് ഇപ്പോ എന്താണ് ഫീൽഡ് എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജനങ്ങളെ തൊട്ടറിയ സമൂഹത്തിന്റെ സ്പന്ദനങ്ങളും മിടിപ്പുകളും അറിയണമെങ്കിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ നടത്തുമ്പോൾ, സമൂഹം നടത്തുന്ന, സമുദായം നടത്തുന്ന പരിപാടികളിൽ, പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും അങ്ങനെയുള്ള ഒരു പിന്നെ എന്താണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് നെറ്റ്വർക്കിംഗ് ആൻഡ് മെന്റർഷിപ്പ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമുക്കുള്ള ജോലി സാധ്യതകളെ കുറിച്ച് അറിയണമെങ്കിൽ ഈ മേഖലയിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന ആളുകളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്ത പ്രൊഫഷണൽസ് ആവാം, അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളാവാം, സ്ഥാപനങ്ങളാവാം, അവരുമായിട്ട് നിരന്തരമായി ബന്ധം സ്ഥാപിക്കുക. നിരന്തരമായിട്ട് പിന്നെ ഏതെങ്കിലും കൂട്ടായ്മകൾ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള സോഷ്യോളജിക്കൽ സൊസൈറ്റി, ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി ഉണ്ട്. അപ്പൊ അവർ നടത്തുന്ന സെമിനാറുകളിൽ പങ്കെടുക്കുക, കോൺഫറൻസുകളിൽ പങ്കെടുക്കുക, സാധ്യതകൾ മനസ്സിലാക്കുകയും ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അവിടെ എത്തിപ്പെടാനും പറ്റും. മറ്റൊന്ന് നല്ലൊരു പിന്നെ എന്താണ് ഒരു സ്ട്രോങ് CV, കരിക്കുലം വൈറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അത് നമ്മളുടെ സ്കില്ലിനെ പിന്നെ എന്താണ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കഴിവിനെ, നമ്മുടെ കോൺഫിഡൻസിനെ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു CV നമ്മൾ ഉണ്ടാക്കണം. പിന്നെ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു കോൺഫിഡൻസും പിന്നെ അതുപോലെ തന്നെ സ്കില്ലൊക്കെ നമ്മൾ പ്രസന്റേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതൊക്കെ നമ്മൾ നല്ല കോൺഫിഡന്റ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചില സ്കില്ലുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്കില്ലുകൾ കൂടെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച മേഖലയിൽ എത്തിപ്പിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സോഷ്യോളജി പഠിക്കുന്നു, നോളജ് ഉണ്ട് എന്നതിലപ്പുറത്തേക്ക് ഇതിനെ നമ്മൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മുമ്പിലുള്ള വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡാണ് നമുക്ക് മുമ്പിലുള്ളത്. പിന്നെ ഇപ്പൊ സോഷ്യോളജി പഠിച്ചിറങ്ങുന്ന, ഒരു വർഷത്തിൽ എത്ര സോഷ്യോളജി പഠിച്ചിറങ്ങുന്ന ആളുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും BA സോഷ്യോളജി, MA സോഷ്യോളജി പഠിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവർക്ക് മുമ്പിലുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു പിന്നെ കമ്മ്യൂണിറ്റിയോടാണ് കോമ്പറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുക, അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈം ബോണ്ടിൽ സ്മാർട്ട് ആയിരിക്കുക എന്നുള്ളതാണ്. സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടൈം ബോണ്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അത് റീച്ചബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. ടൈം ബോണ്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകള് പിന്നെ മനസ്സിലാക്കുക, തിരിച്ചറിയുക, ഉപയോഗിക്കുക എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ഇത്രയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും നേരം എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്ദി. പിന്നെ നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. സോ നമ്മുടെ എല്ലാ സെഷനിലുള്ള പോലെ തന്നെ നമ്മൾ ഇന്ന് ഓരോ സെഷൻ കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ആക്ഷൻ ടാസ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നും നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതെ, നമ്മുടെ ആക്ഷൻ ടാസ്കിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടായിരുന്നു നമുക്ക് ഇന്ന് സെഷൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ കരിയർ ഡെവലപ്മെന്റ് ആയിരുന്നു. അതൊക്കെ ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് എന്നുള്ളൊരു സെഷനാണ് നമ്മൾ ഇന്നകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക് ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഒരു ഫീൽഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതായത് സോഷ്യോളജിയിൽ നമ്മൾ പല ഫീൽഡ്സിലേക്ക് കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊഫഷനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിലേക്ക് കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫേവർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു പ്രൊഫഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കാണോ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരു ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ആളുകളായിട്ട് സംസാരിച്ച് അപ്പൊ അത്തരത്തിലൊരു ഇന്ററാക്റ്റീവ് ആയിക്കൊണ്ട് നമ്മളുടെ സോഷ്യോളജിയിൽ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡിനെ മെൻഷൻ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു കരിയർ സെറ്റപ്പ് ആണ്, ഒരു കരിയർ സ്ട്രക്ചർ ആണ് നിങ്ങൾ ഇത്തവണ ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനകത്ത് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗ്സോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിളിൽ മറ്റും സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ച്, പ്രൊഫഷണൽ ഫീൽഡിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു ഫീൽഡിനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോബ് മേഖല ഏതാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുകയും അതിലേക്ക് വേണ്ടുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങൾ ഇന്ന് നമ്മളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷന് ശേഷം നമുക്ക് സെഷൻ ടാസ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ സെഷന് ശേഷം നിങ്ങൾ നമ്മുടെ ഇന്ത്യർ ആയിട്ട് ഇന്നൊരു സെഷന്റെ അകത്ത് സോഷ്യോളജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്ത്യർ സെഷൻസിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ അതിനകത്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ടോ മറ്റോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷന്റെ അകത്ത് നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് താജ്ദീൻ സാറിന് നമ്മളുടെ ലേൺ വോയ്സ് ടീമിൽ നിന്ന് നമ്മളുടെ ലേൺ വോയ്സ് ടീമിന്റെ നന്ദി അറിയിക്കുവാണ്. അതുപോലെ സാർ ഇത്രയധികം ഈ ഒരു സമയത്തിനകത്ത് നമ്മളുടെ സോഷ്യോളജിയെ കുറിച്ചിട്ടുള്ള വളരെ നല്ല രീതിയിൽ സെഷൻസ് കൈകാര്യം ചെയ്യുന്ന സാറിനോട് ലേൺ വോയ്സ് ടീം ഇന്ത്യർ ആയിട്ട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. അതോടൊപ്പം തന്നെ നമ്മുടെ സെഷനിൽ ഉണ്ടായിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.